ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇതാ നമ്മളുടെ റൗണ്ടപ്പാണ്, വീക്ക്ലി റൗണ്ടപ്പാണ് കാണാൻ പോകുന്നത്. വിനീസ് കിച്ചണിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ലക്ഷ്മി പൂജയുടെ ഒരു ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പരിപ്പ് വട, അതേമാതിരി തന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടിയിട്ടുള്ള ഉപ്പേരി, അതേമാതിരി പിന്നെ വേണ്ടിയിരുന്നത് എന്തെങ്കിലും, അതായത് ചോയ്സ് എനിക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ സ്വാമിമാരും ഉണ്ടായിരുന്നു, പ്ലസ് നമ്മുടെ എന്താണ് പറയുക, പൂജ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മെനു ക്യൂറേറ്റ് ചെയ്തത്. അപ്പോൾ ക്യാബേജും മുളകൂശ്യം വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുപോലെ, പിന്നെ പൊട്ടേറ്റോ മസിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്പലത്തിലത്തെ അതായത് തമിഴ്നാട് ടെമ്പിൾ സ്റ്റൈൽ തൈര് സാദമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ചോറായിട്ട് വേണ്ട, വെറൈറ്റി റൈസാണ് വേണ്ടത്, ബിക്കോസ് തമിഴ് പൂജാരിമാരായിരുന്നു. സോ ലെമൺ റൈസും കേർഡ് റൈസുമാണ് അവർക്ക് ഞാൻ കൊടുത്തയച്ചത്. സോ അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ അങ്ങനെ പോയി. അടുത്തത് എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ് വിനീസ് കിച്ചണിൽ. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് ആൽക്കഹോൾ, നോൺ ആൽക്കഹോൾ, അതായത് ആൽക്കഹോൾ ഉണ്ട്, നോൺ ആൽക്കഹോൾ ഉണ്ട്, ഷുഗർ ഫ്രീയിൽ ആൽക്കഹോൾ, നോൺ ആൽക്കഹോൾ ഉണ്ട്, എഗ്ലെസ് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1/2 കിലോൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് അതിൻ്റെ പാക്കിംഗ് വരുന്നത്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയുമാണ് ഓർഡേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ശനിയാഴ്ച ഡെലിവറി കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച വരയ്ക്കും ബുക്കിംഗ്സ് ഓപ്പൺ ആണ്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച 10 മണിയോട് കൂടിയിട്ട് നമ്മൾ ബുക്കിംഗ് ക്ലോസ് ചെയ്യും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഗർ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള 1 kg പ്ലം കേക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ബിസ്ക്കറ്റ്സും, ഹോം മെയ്ഡ് ടീ ബിസ്ക്കറ്റ്സും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പീനട്ട് ക്രഞ്ചി പീനട്ട് ബിസ്ക്കറ്റ്, അതേമാതിരി തന്നെ വെരി ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കോക്കനട്ട് ബിസ്ക്കറ്റ്, അതേമാതിരി നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന സ്വീറ്റ് ആൻഡ് സ്പൈസി മസാല ബിസ്ക്കറ്റ്, ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഒരുപാട് ആൾക്കാർ അതും ഓർഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. പ്ലം കേക്ക് മുറിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. എല്ലാ കാര്യങ്ങളും സോക്കിംഗ് എല്ലാം ചെയ്ത് വളരെ നീറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഡിസംബർ 1 മുതൽ തന്നെ നമ്മൾ നമ്മുടെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും സാറ്റർഡേ ആണ് ഡെലിവറിയുടെ ടൈം വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ വിനീസ് കിച്ചണിലെ ഐ ആം വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങൾ DM ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാ ശനിയാഴ്ചയും ആയിരിക്കും ഡെലിവറി. അപ്പോൾ 1/2 കിലോ, 1 കിലോ അവൈലബിൾ ആണ്. ആൽക്കഹോൾ, നോൺ ആൽക്കഹോൾ അവൈലബിൾ ആണ്. ഷുഗർ ഫ്രീ, ആൽക്കഹോൾ, നോൺ ആൽക്കഹോൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല എഗ്ലെസ്സും അവൈലബിൾ ആണ്. ഇത്രയും ഓപ്ഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ പ്ലം കേക്ക് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, എഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യൂജ് ഓർഡറായിരുന്നു. ഇതൊരു പാർട്ടി ഓർഡറായിരുന്നു. നമുക്ക് ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. പാത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് വലിയ ഓർഡറാണെന്നുള്ളത്. നമുക്കുണ്ടായിരുന്നത് ചിക്കൻ കട്ട്ലെറ്റ്സ് ആണ്. ഒരു എന്താണ് പറയുക, രണ്ടും ചിക്കൻ കട്ട്ലെറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇടിയാപ്പം, ചൂടോട് കൂടിയിട്ടുള്ള ഇടിയാപ്പം, അത് കഴിഞ്ഞിട്ട് ജീര റൈസ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ മെനു നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് ഇരുന്ന് അവർക്ക് എന്തൊക്കെയാണോ ക്ലയൻസിന് ആവശ്യം, അവരുടെ ഗസ്റ്റിന് എന്തൊക്കെയാണോ ആവശ്യം, അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജീര റൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന മാതിരി ഫ്രഷ് ആയിട്ടുള്ള സാലഡ്, അതിൽ നമ്മുടെ നിലക്കടല, അതേമാതിരി ചിക്ക് പീസ്, ക്യാപ്സിക്കംസ്, അനിയൻസ്, ലെറ്റ്യൂസ്, ക്യാരറ്റ്സ്, ക്വിക്കുംബേഴ്സ് എല്ലാം കൂടിയിട്ടിട്ടുള്ള ഒരു അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഒരു
സാലഡ്, പിന്നെ വറുത്തരച്ച ചിക്കൻ കറി, ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ട് വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ അവർക്ക് ഇടിയാപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, ജീര റൈസ് വേണ്ടവർക്ക് ജീര റൈസിൻ്റെ കൂടെയും കഴിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ദാൽ തടുക്കയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ദാൽ തടുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡബിൾ തടുക്കയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗാർലിക്കോട് കൂടിയിട്ടുള്ള ഡബിൾ തടുക്കയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യു ക്യാൻ ഓൾമോസ്റ്റ് കോൾ ഇറ്റ് ആസ് എ ലസൂനി ദാൽ. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അവരുടെ ഇത് പ്രകാരം എക്സ്ട്രീംലി സ്പൈസി, നല്ല സ്പൈസ് ഇരുന്നോട്ടെ വിനി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സ്പൈസോട് കൂടിയിട്ടുള്ള ബീഫാണ്, തേങ്ങാക്കൊത്തിട്ടിട്ടുള്ള ബീഫ് മസാലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്പൈസസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വേണ്ടിയിരുന്നത് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു വെജിറ്റേറിയൻ ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മട്ടർ പനീറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ ഡ്രം സ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിനീസ് കിച്ചൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള മസാല ഡ്രം സ്റ്റിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഹൈ ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണെന്ന് ഞാൻ പറയും. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു, എവറിത്തിങ് ഇസ് സെറ്റ്. അവർക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടാണ് ചെയ്തത്, സോ ദാറ്റ് അവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പാക്കിംഗ് എല്ലാം തന്നെ 1 hour ബിഫോർ തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. 4:30 അവർ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 o'clock തന്നെ നമുക്ക് എല്ലാം തന്നെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും എഴുതുകയും ചെയ്തു, എല്ലാത്തിലും സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഞാൻ ഒന്നും ലാസ്റ്റ് മിനിറ്റിൽ വെക്കാറേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കണ്ണേട്ടൻ്റെ ഇളയമ വന്നിട്ടുണ്ട് ഇവിടെ ദുബായിലേക്ക്. അപ്പോൾ ഇളയമ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദിവസം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നെയ്മീൻ വറുത്ത് വെച്ചു, അതേമാതിരി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് രസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാൻ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ രീതിയിലുള്ള പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല കട്ടിയായിട്ടുള്ള രീതിയിൽ. ബിക്കോസ് അതിൽ കണ്ണേട്ടൻ്റെ അനിയൻ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കാല് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. അതേമാതിരി പിന്നെ ഉണ്ടായിരുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്, നല്ല വെജിറ്റേറിയൻസിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൂർക്ക മസിയൽ, ഓക്കെ, ഇത് ഉരുളക്കിഴങ്ങ് മസിയൽ പോലെ തന്നെ നമ്മൾ കൂർക്ക മസിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഴുക്ക് വരട്ടി, പയർ മെഴുക്ക് വരട്ടി, പിന്നെ നമ്മൾ സോയ ആൻഡ് മഷ്റൂം കൊണ്ട് ഒരു പെരട്ടൽ പോലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ചോറിന് പറ്റുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ് പായസമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടാവുക മാത്രമല്ല, എല്ലാവരും പോണ സമയത്ത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടും പോയി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനവും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് വിനി ഞാനിത് കൊണ്ടുപോകണം കേട്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് സന്തോഷം. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 20 ലഞ്ചായിരുന്നു. അത് ഏറ്റവും വലിയ രസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ 20 ലഞ്ചും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ പാരൻസ് എനിക്ക് എന്താണെന്നറിയില്ല, ആദ്യമായിട്ടാണ് വിനീസ് കിച്ചണിൽ ഒരു ദിവസം 20 ലഞ്ച് കുട്ടികൾക്ക് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കീരൈ മസിയൽ പരിപ്പിടാതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലക്കീരയാണ്. അതേമാതിരി തന്നെ ചോറ്, നല്ല തക്കാളി രസം, മധുരമുള്ള പോലെ ഒരു തക്കാളി രസം ഉണ്ടാക്കി. പിള്ളേരല്ലേ കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുരുമുളക്, പേരിന് മാത്രം കുരുമുളക് ഇട്ടിട്ട് നല്ല ബട്ടർ ഗാർലിക് ആയിട്ടുള്ള രീതിയിലുള്ള ഫ്രഷ് പ്രോൺസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീൻസ് തോരൻ, അതായത് പച്ചമുളക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അര പച്ചമുളക് 1 പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ലഞ്ചായിരുന്നു. കുട്ടികൾക്ക് 20 പേരുടെ ഓർഡറായിരുന്നു. അങ്ങനെ 20 പേരും കുട്ടികളായിരുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു 2 കുട്ടികൾക്ക് ഈസിലി കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ടേക്ക് അവേ ചട്ടിച്ചോറാണ്. ഓക്കെ, ചട്ടിച്ചോറ് നമുക്ക് ചട്ടിയായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിനീസ് കിച്ചണിൽ ടേക്ക് അവേ ചട്ടിച്ചോറ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. എന്താണ് പറയുക, മെഴുക്ക് വരട്ടി, പയർ മെഴുക്ക് വരട്ടി, ചമ്മന്തി, അതേമാതിരി തന്നെ നമ്മുടെ ചോപ്പ് ചീര തോരൻ, അതേമാതിരി പച്ച ചീര മെഴുക്ക് വരട്ടി. അത് ഞാൻ എപ്പോഴും 2 ചീര ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അതേമാതിരി തന്നെ 2 തോരൻ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ. പിന്നെ ഒഴിച്ചുകറി എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിശ്ശേരി പ്ലസ് മീൻകറി വരും. നല്ല മട്ടയരി ചോറ്, അതേമാതിരി തന്നെ
മീൻ ഇതാണ് എന്താണ് പറയുക, കുഞ്ഞി അയിലിട്ടിട്ടുള്ള മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ് പറയുക, നല്ല തിക്ക് ഗ്രേവി, അതേമാതിരി തന്നെ ബീഫ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്മീനാണ് കൂടെ വരുന്നത്. പിന്നെ നമ്മൾ ഓംലെറ്റും കൂടി അതിൻ്റെ കൂടെ വരുമല്ലോ. ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ മുകളിൽ ഓംലെറ്റ് കവേർഡ് ആയിരിക്കുമല്ലോ. ഇനി ഞാൻ ചട്ടിച്ചോറ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ആ ചട്ടിയുടെ ഒരു വലുപ്പം വരുന്ന പോലെ തന്നെ ഉള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്, കണ്ടെയ്നർ ആണ് എടുത്തിരിക്കുന്നത്. 4 കയ്യിൽ ചോറാണ് അതിൽ വരുന്നത്. വലിയ കയ്യിലിന് 4, നമ്മുടെ അന്നം കൊത്തിയില്ലേ, അന്നം കൊത്തി 4 കയ്യിലോളം അതിൽ പിടിക്കും. അപ്പോൾ അത് നിറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പറയുക, ചീര എല്ലാം 2 സ്പൂണ് ഞാൻ അതിൽ വെക്കും. എന്താ വെച്ചാൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുമുണ്ട്. അതിൽ കൊള്ളുന്നത് ഞാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോക്സിൽ എക്സ്ട്രാ കൊടുക്കും. എന്താ വെച്ചാൽ ഞാൻ ഒരു ചട്ടിച്ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് സൈഡിൽ വീണ്ടും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ ഒരു മനസ്സിലുള്ളത് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും സൈഡിൽ കൊടുക്കുക, എക്സ്ട്രാ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര കൊള്ളുന്നുവോ അത്രയും ഞാൻ വെക്കും. അത് 2 സ്പൂണ് വെച്ചിട്ട് ഇതിൽ വെക്കും. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിലും കൊടുക്കും. അങ്ങനെയാണ് വിനീസ് കിച്ചണിൽ ഈ ചട്ടിച്ചോറ് പൊതിച്ചോറൊക്കെ വരുന്നത്. എക്സ്ട്രാ എന്തായാലും നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തു. 2 ചീര വെച്ചു, തോരൻ വെച്ചു, മെഴുക്ക് വരട്ടി വെച്ചു. അതേമാതിരി തന്നെ നമ്മുടെ എന്താണ് പറയുക, ഇത് എന്താണ് ചമ്മന്തി, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് മുകളിൽ നമ്മുടെ മീനും അതേമാതിരി തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഓംലെറ്റും വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ചോറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആൾക്കാർക്ക് 2 പേർക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. കുട്ടികളാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. അത്രയും നല്ല ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്വാണ്ടിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചു. ആൻഡ് നമ്മുടെ മുട്ടയും കൂടി വെച്ചിട്ട് നമ്മൾ പാത്രം അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോഗോ എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എക്സ്ട്രാ ഗ്രേവീസിനുള്ളത് ഞാൻ കൊടുക്കാറുണ്ട്. ഒഴിച്ചു കറി നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കാറുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർക്കത് ഇഷ്ടമാവും, ചിലവർക്കത് ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാറില്ല. ഒഴിച്ചു കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതുപോലെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നത്. എല്ലാ കറികളും നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടാവും. ഒഴിച്ചു കറി ഫുള്ളായിട്ടുണ്ടാവും. എല്ലാ കറികളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ സൈഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഒരു 1 കംപ്ലീറ്റ് മീൽ ആയിട്ടുള്ള രീതിയിലാണ് വിനീസ് കിച്ചൺ കൊടുക്കുന്നത്. സോ ഇതായിരുന്നു വീക്ക്ലി റൗണ്ട് അപ്പ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.